Fino, speak to him. You know that we're Fino. You're supposed to be talking to him with that. ഹലോ ഗായ്സ്, UK മലയാളി ഗോൾ കീപ്പറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ ടീമിൻ്റെ 4ാമത്തെ ലീഗ് മാച്ചിൻ്റെ POV വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഫുട്ബോൾ കളിക്കാർക്കെല്ലാം ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളുടെ ടീം വളരെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പം റഫറിമാരായിട്ട് കളി നശിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു മാച്ച് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ലീഗിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്ന ഒരു ടീമാണ്. ഇത്തവണ ലീഗ് വിൻ ചെയ്യുമെന്ന് നമ്മളുടെ ഒപ്പോണൻസ് പോലും പ്രെഡിക്റ്റ് ചെയ്തൊരു ടീമായിരുന്നു എൻ്റെത്. എന്നാൽ ആദ്യത്തെ 3 മത്സരങ്ങൾ തോക്ക് മാത്രമല്ല 3 മത്സരത്തിൽ നിന്ന് 16 ഗോളാണ് നമ്മൾ കൺസീഡ് ചെയ്തത്. അതിനുള്ള റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നമ്മളുടെ ടീമിലെ 3 ഡിഫൻഡേഴ്സ് ഓൾറെഡി നമ്മൾക്ക് മിസ്സായിരുന്നു. അതിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ് ഇതേവരെ നടന്നിട്ടില്ല. എന്നാൽ പോലും നമ്മൾ തിരിച്ചു വരാനായിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമത്തിലായിരുന്നു. അങ്ങനെ ഈ ഒരു മാച്ച് വളരെ പോസിറ്റീവായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മളുടെ റഫറിമാരുടെയൊക്കെ ഉള്ള ഒരു പൊട്ട തീരുമാനങ്ങൾ കാരണം കളി അപ്സൈഡ് ഡൗൺ ആയി. അത് ഒപ്പോണൻസിന് ഫേവറായിട്ട് മാറിയതാണ്. അങ്ങനെയുള്ളൊരു കളിയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു POV വീഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഫുട്ബോൾ POV വീഡിയോ ഒരു യൂട്യൂബർ ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മാച്ച് സമയത്തുള്ള ഈ ഒരു വിഷ്വൽസ് എൻ്റെ GoPro വഴി റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയുടെ സമയത്തുള്ള ഓരോ എക്സ്പീരിയൻസുകൾ, മിസ്റ്റേക്കുകൾ, ഇതെല്ലാം എനിക്ക് നിങ്ങൾക്ക് വിഷ്വലി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം നിങ്ങൾ കളിക്കുമ്പോഴത്തേക്കും ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെച്ചിട്ട് നിങ്ങളുടെ കളി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. I got flipped there, sorry. Yeah, Josh, he's your man. ഈ ഒരു പോയിന്റിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ടിപ്പ് എന്താണെന്ന് ഞാൻ ഈ കോർണർ കിക്ക് കളക്ട് ചെയ്ത് അപ്പം തന്നെ ഞാനിതൊരു കൗണ്ടർ അറ്റാക്കിനായിട്ട് ബോൾ ത്രോ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ അടുത്ത സെക്കൻഡിലുണ്ടാകുന്ന ഈ ഒരു അറ്റാക്കിൽ ഞാൻ ബോൾ ഹോൾഡ് ചെയ്ത് കുറച്ച് ഡിലേ ചെയ്തു. അപ്പം ഒരു കളി ഡിലേ ചെയ്യണോ സ്പീഡ് ചെയ്യണോ എന്നുള്ള ഒരു കൺട്രോൾ ഇരിക്കേണ്ടത് നമ്മൾ ഗോൾ കീപ്പേഴ്സിൻ്റെ കയ്യിലാണ്. നമ്മളുടെ പ്ലേയേഴ്സ് ടയേർഡായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡിലേ ചെയ്യുകയും നമ്മൾ മറിച്ച് ഒരു കൗണ്ടർ അറ്റാക്കിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മളുടെ ഗെയിം സ്പീഡപ്പ് ആക്കുകയാണ് ചെയ്യേണ്ടത്. Fino, speak to him. You know that we're Fino. You're supposed to be talking to him with that. Just talk with him, mate. Okay, carry on. ഇവിടെയാണ് കളിയുടെ ടേണിംഗ് പോയിന്റ് വരുന്നത്. മര്യാദയ്ക്ക് കളിച്ചുകൊണ്ടിരുന്ന കളി നശിപ്പിക്കാനായിട്ട് ഈ ഒരു അപ്പൂപ്പൻ ഈ അവസാനം ഒരു പെനാൽറ്റി പിടിച്ചു വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കളി തുടങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയുണ്ടായിരുന്നു. എന്നാൽ കളി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ മാറി. പക്ഷേ ആ ഒരു കാർമേഘമൊക്കെ മൂടി നിന്നൊരു വെതറായിരുന്നു. എന്നാൽ ഇപ്പം സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലിയർ സ്കൈ ആണ്. അതുപോലെ തന്നെ നല്ല വെയിലുമുണ്ട്. ഇതാണ് UKയുടെ വെതറിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. അപ്പോൾ എന്തായാലും സൂര്യൻ വന്നിരിക്കുകയാണ്. ഞങ്ങളും വളരെ പ്രതീക്ഷയോടെയാണ് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റ് മിനിറ്റ് തൊട്ട് ഞങ്ങൾ അവരുടെ പോസ്റ്റിലേക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കളി മൊത്തം കളിച്ചത് ഞങ്ങളാണ്. Oh no, cross back! You meant that. There is Kilo! You did call you to stay high! Go!
Just hold them. Hold them. Just hold them. Hold them. There's Aguero. Good, man. Let's be circle up again. Andre, ready? Back up. Yeah, back up, Andre. Keep up. George! Just. Oh! Right? Oh, finish for me. Come on! Fernando. ഏതാണ്ട് ഒരു 90% അറ്റാക്ക് ഇൻഡെക്സ് ആണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത ഒരു മാച്ചായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ പോസ്റ്റിലേക്ക് അറ്റാക്ക് ചെയ്തു, വീണ്ടും അറ്റാക്ക് ചെയ്തു, വീണ്ടും അറ്റാക്ക് ചെയ്തു, വീണ്ടും അറ്റാക്ക് ചെയ്തു. പക്ഷേ എന്തിനു ചെയ്യാനടേ, ഗോള് മാത്രം കയറിയില്ല. ഇവന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. എന്നാൽ അവന്മാർക്ക് കിട്ടിയ ഒരു ചാൻസ് കറക്റ്റായിട്ട് ഇവിടെ ഗോളും കയറി. ഞങ്ങളുടെ കാര്യം അതോടെ തീരുമാനമായി. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എന്നിരുന്നാലും ഞങ്ങൾ തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ 86-ാം മിനിറ്റിൽ ഞങ്ങൾ ഒരു ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ആ കളിയിലേക്ക് തിരിച്ചു വരാനുള്ള സമയം അപ്പോഴത്തേക്കും അവസാനിച്ചു. അങ്ങനെ 3-1 എന്ന സ്കോറിൽ ഞങ്ങൾ ഈ കളി തോറ്റിരിക്കുകയാണ്. അങ്ങനെ ലീഗിലെ ആദ്യത്തെ 4 മത്സരങ്ങൾ തോറ്റ് ടേബിൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കുകയാണ് ഞങ്ങൾ. പക്ഷേ വളരെ മികച്ച രീതിയിൽ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.